KSRTC ബസ് സ്റ്റാൻഡിൽ വൻ കവർച്ച. തിരുവനന്തപുരം കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിൽ കവർച്ച. യാത്രക്കാരന്റെ ലാപ്ടോപ്പ്, മൊബൈൽ അടങ്ങിയ ബാഗ് കവർന്നു. പേയാട് സ്വദേശി അനൂപിന്റെ ബാഗാണ് കവർന്നത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉറങ്ങുന്നതിനിടയിലാണ് ബാഗ് നഷ്ടപ്പെട്ടത്. അശ്വിൻ ഡിയാഗോ ചേരുന്നു. അശ്വിൻ, കഷ്ടമാണ്. വിലപിടിപ്പുള്ള സാധനങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ മോഷണ സംഘങ്ങളോ, ഇത് ആരാണ് മോഷണം നടത്തിയത് എന്നുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? CCTV ഒക്കെ ഉള്ളതാണല്ലോ അല്ലേ? ഈ ശനിയാഴ്ചയാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. പേയാട് സ്വദേശിയായിട്ടുള്ള അനൂപ് തിരുവല്ലയിലെ ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്തു വരുന്നത്. പതിവ് പോലെ ജോലി കഴിഞ്ഞ് തിരിച്ച് പേയാടുള്ള വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ ഇയാൾ ഉറങ്ങിപ്പോവുകയാണ്. തുടർന്ന് കാട്ടാക്കട ബസ് സ്റ്റാൻഡിലേക്ക് വന്നിറങ്ങുന്നു. അവിടുന്ന് തിരിച്ചു പോകാൻ ബസ്സിലായിരുന്നു. കാരണം രാത്രി 11 മണി കഴിഞ്ഞിരുന്നു അനൂപ് കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ. അങ്ങനെ തിരിച്ചു പോകാൻ വാഹനമില്ലാത്തതുകൊണ്ട് തന്നെ അയാൾ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങാൻ തീരുമാനിക്കുന്നു. പുലർച്ചെ പോകാം എന്നുള്ളതായിരുന്നു അനൂപിന്റെ തീരുമാനം. അങ്ങനെ അവിടെ കിടന്നുറങ്ങി പുലർച്ചെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് തന്റെ വിലപിടിപ്പുള്ള സാധനങ്ങൾ, ലാപ്ടോപ്പ്, മൊബൈല്, അതുപോലെ തന്നെ മറ്റ് പേഴ്സ് അടക്കമുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ബാഗ് കാണാനില്ലെന്ന് മനസ്സിലാക്കുകയും അവിടെ തിരയുകയും ചെയ്യുന്നു. പിന്നീട് ഇത് ബാഗ് കണ്ടെത്താൻ കഴിയാതായതോടുകൂടി പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് അവിടെത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഈ പരാതി ലഭിച്ചിട്ടും പോലീസ് പക്ഷേ 3 ദിവസം ഇതിൽ FIR എടുക്കുകയോ കേസെടുക്കുകയോ ചെയ്തിരുന്നില്ല. തുടർന്ന് അനൂപിനെ ഇന്ന് വീണ്ടും വിളിപ്പിച്ച മൊഴിയെടുക്കുമ്പോഴാണ് ഈ ഒരു സംഭവം പുറത്തറിയുന്നത്. ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഒരാൾ ഈ അനൂപിന്റെ ബാഗ് എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം CCTV അടക്കം ഉണ്ടായിട്ട് പോലും പോലീസ് കേസെടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഈ സംഭവം പതിവാണ്. ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളാണ് ഈ ഉറങ്ങിക്കിടക്കുന്ന യാത്രക്കാരുടെ സാധനങ്ങൾ മോഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. പലരും പരാതിപ്പെടാൻ മടിക്കുകയാണ്. കാരണം ഈ പരാതിയുടെ പിന്നാലെ പോകാൻ മടിയായതുകൊണ്ട് തന്നെ പലരും പരാതിപ്പെടാറില്ല എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെ സാമൂഹിക വിരുദ്ധരുടെ പ്രവർത്തനം അത് അതിരൂക്ഷമാണ് എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, അപ്പോൾ യാത്രക്കാരോടൊക്കെ പറയുകയാണ്, ശ്രദ്ധിക്കണം. ഇങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ നിന്നൊന്ന് മാറ്റിവെച്ച് ഉറങ്ങുക പോലും ചെയ്യരുത്. കാരണം ഇതിൽ തന്നെ ഇപ്പോൾ അന്വേഷണം നടക്കുകയും മോഷ്ടാവിനെ പിടികൂടുകയും ഒക്കെ ചെയ്യേണ്ടതാണ്.